പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ തികച്ചും കാണണം. കാരണം ഈ ഹിമാചൽ പ്രദേശത്ത് മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തിലെല്ലാം എങ്ങനെയാണ് അവരിവിടെ ജീവിക്കുന്നത്. ഞാൻ വന്ന സമയം ഏകദേശം മഴയൊക്കെ പെയ്യുന്നൊരു സമയമായിരുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ വന്നപ്പോൾ മണ്ണിടിച്ചിലും കാര്യങ്ങളും നടന്നില്ല. പക്ഷേ ഞങ്ങൾ വന്ന യാത്രയിൽ ഞങ്ങളുടെ തൊട്ട് മുൻപിലും പുറകിലുമായി അനേക സ്ഥലങ്ങൾ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ദൈവകൃപയിൽ ഞങ്ങൾക്കൊരു ആപത്തില്ലാതെ ഞങ്ങൾ ആ ചെമ്പ എന്ന് പറഞ്ഞ ആ ഒരു ജില്ലയിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൽ ഞങ്ങളെത്തി. അപ്പോഴാണ് ഞങ്ങളുടെ സഹോദരൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ കണ്ട് ഞെട്ടിപ്പോകാനിടയായത്. ഇതെല്ലാം മനുഷ്യവാസമുള്ള സ്ഥലമാണ്. ഇവിടേക്കാണ് ജനങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വലതുവശത്തായിട്ട് സ്കൂളും അതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊരു തോടല്ല, ഇതൊരു റോഡാണ്. മേലൊന്ന് പൊട്ടിയ വടന്ന് മുഴുവതും ഇങ്ങോട്ടെയാണ് ഒഴിച്ചു വന്നിരിക്കുന്നത്. ഇവിടുത്തെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, എപ്പെങ്കിലും ഒരു പ്രാവശ്യം ഒരു മണ്ണിടിച്ചലോ ഉരുൾപൊട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മാറി പേടിച്ചൊക്കെ മാറിപ്പോകാറുണ്ട്. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു വിഷയമേ അല്ല. അവർ ആ മണ്ണിടിച്ചിൽ നടന്നാലും എന്തിന് തൊട്ടടുത്തുള്ള വീട് വരെ മണ്ണിടിച്ചിലിൽ പോയാലും അവർക്കത് വിഷയമല്ല. അവരവിടെ തന്നെ താമസിക്കും. ചില ആൾക്കാർ മാത്രം അവിടെ നിന്ന് മാറി ചില ടൗണുകളിലും നേരമായ സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. ഇതൊരു വലിയൊരു മണ്ണിടിച്ചിൽ നടന്ന സ്ഥലമാണ്. പക്ഷേ ദൈവകൃപയാൽ ആ സ്ഥലത്തിലൊരു മരണം സംഭവിച്ചിട്ടില്ല. ഇത് ഒരു സ്ഥലമാണ്. ഇതുപോലെ 100 കൂട്ട സ്ഥലങ്ങൾ ഈ ചെമ്പ ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഓർത്തുകൂടി നോക്കാൻ പറ്റില്ല. അതുപോലത്തെ അവസ്ഥകളാണ്. തൊട്ടടുത്തുള്ള വീട് ഒഴിച്ചു പോയാലും അവർ പിറ്റേ ദിവസം അവിടെ തന്നെ താമസിക്കും. കാരണം അത്രയ്ക്കും ഒരു ഉറപ്പില്ലാത്ത വീടുകളാണ്. വലിയ വലിയ ബിൽഡിങ്ങൊക്കെയാണ് പണിയുന്നത്. എത്ര സ്ട്രോങ്ങിൽ ബിൽഡിങ് പണിതാലും ഇവിടുത്തെ ഭീമം കല്ലുകൾ ഉരുണ്ടു വന്ന് അതിനെ ഇടിക്കുമ്പോൾ അതൊക്കെ നിലപരിചയമായി പോവുകയാണ്. പക്ഷെ എന്നിട്ടും അവർ ആ സ്ഥലം വിടാതെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ ഈ ചെമ്പ ജില്ലയെ ഓർത്ത് പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുകയാണ്. ഈ കണ്ട ബിൽഡിങ്ങുകളെല്ലാം, ഈ ബിൽഡിങ്ങിലെല്ലാം ആൾക്കാർ അപ്പോൾ താമസിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ താഴത്തെ നില മുഴുവതും ചെളി കൊണ്ട് നിറഞ്ഞിരുന്നു. ആൾക്കാർ ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ക്ലീൻ ചെയ്യുന്ന ഓരോ കല്ലുകളും വലിയ വലിയ കല്ലുകളാണ്. എന്നിട്ടും അവിടെ ആൾക്കാർ വീണ്ടും അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. ആ മേലെയൊക്കെ ആ മലയുടെ മുകളിൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് ആൾക്കാർ താമസിക്കുന്ന വലിയ വലിയ ഗ്രാമങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് വരുന്നവർ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ പുറത്ത് നിന്ന് വരുന്നവർ വരാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മഴക്കാലത്ത് വരുന്നത് ഇവിടെ ഒട്ടും സേഫല്ല. ഞങ്ങൾ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ആ റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാത്തവർ പോലും പേടിച്ചു പോകും. എല്ലാവരും ദയവായി ഈ ചെമ്പ ജില്ലയെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കണം.